വാട്സപ്പ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു 4 മണി കണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ എണീറ്റ് കേട്ടോ. നമുക്കിന്നൊരു റൈഡുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ എണീറ്റിരിക്കുകയാണ്. കണ്ടാൽ അറിയാം, ഫുള്ളിരുട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണൊരു റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് തന്നെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. ഉറക്കം എണീറ്റുകൊണ്ട് എന്താ പറയുന്നതെന്നൊരു ആദ്യമൊരു ബോധമില്ല, ഒരു വരുന്നേ ഉള്ളൂ മൈൻഡിലോട്ട്. അപ്പോൾ രാവിലെ ശ്രീഹരി എത്തിയിട്ടുണ്ട്, എൻ്റെ വീട്ടിലോട്ട് തന്നെ അവൻ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി തന്നെ കാണിച്ചു തരാം. ബാ, ഫുൾ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതാണ് ഈ അലങ്കോലങ്ങൾ ഫുള്ളും. നമുക്ക് ബൈക്കിലോട്ട് എടുത്ത് കിടണം. അതിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി പോയി 2 പഞ്ചിക്കോടൊക്കെ വാങ്ങിച്ചു കേട്ടോ. ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോണും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ ബാഗിലോട്ട് കയറണം. ഇത് ശ്രീഹരിയുടെ ബാഗാണ്, അവൻ്റെ ഹെൽമെറ്റ്, ബാക്കി ഷൂസും കാര്യങ്ങളും. ഈ അലങ്കോലങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ട, അത് പതിവാണ് എല്ലാ ട്രിപ്പിനും. ജാക്കറ്റ് എടുത്തിടണം. അങ്ങനെ വരെ ദീർഘനാളെ കാത്തിരിപ്പിന് ശേഷം അതാ വരുതു. എന്താണ് വിശേഷം? 4 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച സമയം ഇപ്പോൾ 4:15 കഴിഞ്ഞു. അത് സ്വാഭാവികം. ആകെ 1.5 മണിക്കൂറാണ് ഉറങ്ങിയിട്ടുള്ളത്. ദിവസം ഇനി ഉറക്കം വന്ന പോലെ തോട്ടിലോട്ട് ഓടിച്ചിറക്കായിരുന്നു. 3 മണിക്കൂറോ? കില്ലാടി തന്നെ. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. എന്തായാലും 4:30 നമുക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം വഴിയിലാവും. ബാഗ് കെട്ടാൻ പോവാ കേട്ടോ. എത്ര നേരം എടുക്കും എന്ന് പറഞ്ഞൂടെ. സോ ഗൈസ്, എല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അറിയാവുന്ന രീതിക്ക് എല്ലാം കൂടെ ബാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് പോകത്തില്ലായിരിക്കും അല്ലേ? നമുക്ക് കുറച്ച് നേരം ബൈക്ക് വാം ചെയ്യാം. 2 ബൈക്കും ഒരു 5 മിനിറ്റോളം വാം ചെയ്തിട്ട് നമുക്ക് യാത്ര തുടങ്ങാം. നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞേ, കൊട്ടാരക്കര പത്തനംതിട്ട വഴി. സോ ഗൈസ്, നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഗൈസ്, ഇപ്പോൾ സമയം കൃത്യം 5 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സജിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ MG കോളേജിൻ്റെ ഫ്രണ്ടിൽ വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. രാവിലെ ആയതുകൊണ്ട് ഒരു വക കഴിച്ചിട്ടില്ല, നല്ല വിശപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഈ റൈഡിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഇന്നലെ വണ്ടി കൊണ്ട് ഒന്ന് ജനറൽ ചെക്കപ്പിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെയിൻ ടൈറ്റ് ചെയ്യാനും അതുപോലെ ലൂബ് ചെയ്യാനും ഒക്കെ ആയിട്ട്. ഹൈഡ്രജനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഫ്യൂല് മാത്രം അടിച്ചില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്ന് പോകുന്ന വഴിക്ക് നമുക്ക് അടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു റൈഡ് പോവാണ് കേട്ടോ. അപ്പോഴാണ് ലീവൊക്കെ ഒന്ന് ഒത്തു വന്നത്. ഇന്നൊരു ഗുഡ് ഫ്രൈഡേ ആണ്, അപ്പോൾ അതിൻ്റെ ലീവുണ്ട്. പിന്നെ ശനി ഞായറും കൂടെയാണ്. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ 3 ദിവസത്തെ ട്രിപ്പിന്. ഞങ്ങൾ 1 ഡേ ട്രിപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കണം. സോ ഗായ്സ്, നമ്മൾ പട്ടം എത്തിയിരിക്കണം കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ നമ്മുടെ MG കോളേജിലോട്ട്. അതിനവിടെ എത്തിക്കാണോ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യാം. സോ ഗായ്സ്, ഇതാണ് കേട്ടോ മഹാത്മാഗാന്ധി കോളേജ്. നമ്മളെ ലാലേട്ടനൊക്കെ പഠിച്ച MG കോളേജ്. ഫ്രണ്ടിലോട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. അതാ നിൽക്കുന്നു നമ്മുടെ കഥാനായകൻ 2. ബോയ് കേട്ടാ, എവിടെയുണ്ട്? നീ അടിച്ചാടാ? പെട്രോൾ അടിച്ചോ? ഞാൻ അടിച്ചില്ല. കമാൻ. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നത് ധനുഷ്കോടിയിലോട്ട് പോകാനായിരുന്നു കേട്ടോ. പക്ഷേ അവിടുത്തെ കാലാവസ്ഥ വളരെ മോശം എന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ
നമ്മൾ വാഗമണിലോട്ടാക്കിയത്. ധനുഷ്കോടിക്ക് ചൂട് അസഹനീയമായ ചൂടെന്നാണ് പറയുന്നത്. നമുക്ക് കയറി നിൽക്കാനൊരു തണൽ പോലും ഇല്ല പോകുന്ന വഴിക്ക്. സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ നമുക്ക് ധനുഷ്കോടിയിലോട്ട് പോയാൽ എന്താ പറയുക, നല്ലൊരു അനുഭവമായിരിക്കും. നേരെ മറിച്ച് ഇപ്പോൾ പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ആ റൈഡ് തന്നെ അങ്ങ് വെറുത്ത് പോകും. പോയി വന്നവരോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു നല്ല ചൂടാണ്, ഇപ്പോൾ പോയാൽ നമ്മൾ എന്തായാലും ആ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് എന്തിനാ പോയി റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ വാഗമണിലോട്ട് പോകുന്നത്. സ്റ്റേ ഇതുവരെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. അവിടെ ചെന്നിട്ട് ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പോകാം ഗൈസ്. ഞങ്ങൾ രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ രാത്രി ഇന്ന് വലുതായിട്ടൊന്നും കഴിച്ചില്ല. ഉറക്കവും പോവും, വിശപ്പും പോവും. ക്യാമറ ഞാൻ തുടയ്ക്കുമോ? ഞങ്ങളുടെ ബ്രേക്ക് എടുപ്പ് ഇവിടുന്ന് തുടങ്ങുകയാണ് ഗൈസ്. ആദ്യം ചായ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ട്രിപ്പ് 3G ആയെന്ന്. ഇപ്പം ചന്ദ്രൻ ചേട്ടനുള്ളതുകൊണ്ട് മഴയൊന്നും ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വാഗമണിലെ കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ നോക്കിയപ്പോൾ മഴയൊന്നുമില്ല. എന്തായാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് ഒട്ടും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഞാൻ ആകെ മറന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ബാഗിനിട്ടുള്ളൊരു റെയിൻ കവർ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടില്ല. സ്വാഭാവികം, എന്തെങ്കിലും ഒരെണ്ണം മറക്കണമെന്നുള്ളത് ഒരു നാട്ടു നടപ്പാണല്ലോ. ഇവിടെ ഏതോ ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്ന് തോന്നുന്നു. ഫുൾ ലൈറ്റ് മയം. നമ്മൾ വെഞ്ഞാറമ്മൂട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്നാണ് നമ്മൾ വലത്തോട്ട് തിരിയുന്നത്. ലൈറ്റൊക്കെ വന്ന് തുടങ്ങി. നേരം വെളുത്ത് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. പരപരാത് വെളുത്ത് തുടങ്ങിയിരിക്കുകയാണ്. സോ നമ്മളിങ്ങനെ വിട്ടു വന്നു. ശ്രീഹരിയെ കാണാനില്ല. അങ്ങനെ നമ്മൾ അവന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതാ പോകുന്നു. ചെറിയ രീതിയിലൊരു തണുപ്പുണ്ട്. നമുക്ക് ജാക്കറ്റ് ഇട്ടാൽ അതിൻ്റെ ഉള്ളിലൂടെ നല്ല തണുപ്പ് കയറുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ കണ്ടാൽ അറിയാം, ചെറിയ രീതിക്ക് കോടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കോടമഞ്ഞൊക്കെ മൂടിക്കിടപ്പുണ്ട്. വെളിച്ചം വന്നിട്ടും ആരും ഹെഡ്ലൈറ്റ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. എൻ്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തന്നെ ഓഫായി. എല്ലാവരും ഇപ്പോഴും ബ്രൈറ്റാണ്. അടുത്ത പരിപാടി ഇനി പെട്രോൾ പമ്പ് കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും പെട്രോൾ അടിച്ചു, ഞാനും കൂടെ ഉള്ളൂ ഇനി പെട്രോൾ അടിക്കാനായിട്ട്. അല്ല, ഓടി നടന്ന സമയത്ത് പെട്രോൾ അടിക്കാൻ മറന്നുപോയി ഗൈസ്. സമയം ഇപ്പോൾ 6:20 നമ്മൾ ആയൂരെത്തി. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സുഖമായിട്ട് പോകുന്നു. തിരക്കൊക്കെ ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്രൂസിങ് സ്പീഡുണ്ട് നമുക്ക്. അതുകൊണ്ട് വലിയ പാടില്ലാതെ നമ്മൾ ഇവിടം വരെ എത്തി. ഈ സമയം അങ്ങോട്ട് പോകും തോറും ഇനി തിരക്ക് കൂടാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ. കാരണം ഇന്ന് അവധിയാണെങ്കിലും എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ റോഡിലെ തിരക്ക് കൂടാനും ചാൻസ് ഉണ്ട്. കാലൻ ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആകെ ഒറ്റ കാലനെ ഉള്ളത് ഞാൻ. അടുത്ത ഹോൾട്ട് ഏതെങ്കിലും ഒരു റിലയൻസിന്റെ പമ്പിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. എനിക്കിനി 3 കട്ടയും കൂടെ ഉള്ളൂ ബാക്കി. ഇവിടുന്ന് അടിക്കണോ ജിയോ നിന്ന് അടിക്കണോ? റിലയൻസിന്റെ പമ്പിൽ നിന്ന് അടിച്ചാൽ പോരെ? കഴിഞ്ഞ ട്രിപ്പിന് ഞങ്ങൾ റിലയൻസിന്റെ പമ്പിൽ നിന്നാണ് പെട്രോൾ ഫുൾ അടിച്ചിരുന്നത്. അപ്പോൾ മൈലേജിലൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് റിലയൻസിൻ്റെ പെട്രോൾ തന്നെ അടിക്കാമെന്ന് വിചാരിച്ചത്. ദ്രോഹി, പെട്രോൾ തുറന്നിട്ടില്ല. എൻ്റെ ലൈറ്റ് കത്തി. ഇതിന് വല്ല വാങ്ങിച്ചു കൊടുത്താലേ ഞാൻ അങ്ങ് എത്തുള്ളൂ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ജിയോ പമ്പ് കേട്ടോ. പക്ഷേ വാ അപ്പുറത്ത് പോവാം, വാ. ഓൾറെഡി റിസർവ് ആയി, ലൈറ്റ് കത്തി. അങ്ങനെ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ വണ്ടി 3 ഇവിടെ പാർക്ക് ചെയ്ത് കേട്ടോ. ഇനി പയ്യെ അകത്തോട്ട് കയറാം. സോ
സോ ഗൈസ് പതിവ് പോലെ നെയ്റോസ്റ്റും മസാല ദോശയും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേ ഫുഡ് അതേ സ്ഥലവും ആ സെയിം ഫുഡ് കിട്ടും ഗൈസ്. ഞങ്ങൾ കഴിച്ചിട്ട് കാണാം കേട്ടോ. നമ്മളിവിടുന്ന് പത്തനംതിട്ട, റാന്നി, കാഞ്ഞിരപ്പള്ളി വഴി ഈരാറ്റുപേട്ട, വാഗമൺ. ഇത്തവണ നിങ്ങളുടെ മൈൻഡൊന്നും മാറിയില്ല. ആദ്യം സെലക്ട് ചെയ്ത സ്ഥലത്തോട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. കഴിഞ്ഞ കൊടൈക്കനാൽ ട്രിപ്പ് ചെയ്ത് നമുക്ക് ഇവിടുന്നാണ് മൂന്നാറിനെന്നും പറഞ്ഞിട്ട് ഇവിടുന്നാണ് ഞങ്ങൾക്ക് മൈൻഡ് മാറി കൊടൈക്കനാലിന് പോയത്. പക്ഷേ അത്രയും ബഡ്ജറ്റും ഇല്ല. സമയം ഇപ്പോൾ 8 മണി ആവാറായി. 11-12 മണിയൊക്കെ ആകുമ്പോൾ എത്തും. സോ അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് കേട്ടോ. ആ പോകുന്ന ബസ് പഴനിക്കുള്ള ബസ്സാണ് കേട്ടോ. കോട്ടയം ഉദുമൽപേട്ട വഴി പഴനി. മരണ പോക്കാ പോകുന്നത് എൻ്റെ പൊന്നോ. അങ്ങനെ നമുക്ക് ഒരു തരത്തിൽ തുറന്നിരിക്കുന്നൊരു നായരപ്പമ്പ് കിട്ടി കേട്ടോ. സമാധാനമായി. 3 വണ്ടിയിലും ഫ്യൂലായി. ഇനിയിപ്പോൾ ഇവൻ എൻ്റെ വണ്ടി ഓടിക്കും, ഞാൻ ഇവൻ്റെ വണ്ടി ഓടിക്കും. നമ്മൾ അടൂർ ബൈപ്പാസ് ആവാറായി കേട്ടോ. അപ്പോൾ നമ്മൾ അടൂർ ടൗണ് കയറിയാണ് പോകുന്നത്. നമ്മളിവിടുന്ന് പത്തനംതിട്ടയ്ക്കുള്ള റോഡിലോട്ടാണ് കേട്ടോ തിരിയുന്നത്. അവിടെ ഓഫായി പോയി. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല. എന്തായാലും ഏകദേശം ഒരു 100 അടുപ്പിച്ച് കിലോമീറ്റർ കാണുമായിരിക്കണം. മിക്കവാറും വെള്ളം കുടിക്കാനുള്ള ബ്രേക്ക് ആയിരിക്കും. ബ്രേക്ക് മുഖ്യം, അതാണല്ലോ. ഉറക്ക പറ, വണ്ടി മാറ്റി ഓടിച്ചാൽ എടാ നീ ഇത് ഓടിയിര്. ഹായ് പഴം. ഞങ്ങൾ ആ സൈഡിൽ നിന്ന് ഇവിടെ വന്നിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ KFCയുടെ ഫ്രണ്ടിൽ ഇവിടെ തുറന്നിട്ടില്ല. അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ പത്തനംതിട്ടയിലാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്കിനി 82 കിലോമീറ്റർ ഉണ്ട് പോകാൻ. പോകുന്ന റൂട്ട് ഇതാണ് കേട്ടോ. റാന്നി വഴി നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് വാഗമണ്ണ് പോകുന്നത്. നമ്മളിതുവരെ സ്റ്റേ ബുക്ക് ചെയ്തിട്ടില്ല കേസ്. ആ 1300 ഷൺമുഖ ഹോസ്റ്റൽ. കടകളൊന്നും തുറന്നു തുടങ്ങിയിട്ടില്ല. സമയം 8:30 ആവുന്നേ ഉള്ളൂ. കുറച്ച് കടകളൊക്കെ മാത്രമേ തുറന്നിട്ടുള്ളൂ. നമുക്കിനി 86 കിലോമീറ്റർ ഉണ്ട് വാഗമണിലോട്ട്. അവിടെ ഇരുന്ന സമയത്ത് സ്റ്റേ അങ്ങ് ബുക്ക് ചെയ്തു കേട്ടോ. അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റേറ്റ് കിട്ടിയോണ്ടാണ്. കാരണം ഇപ്പം സീസൺ സമയമായതുകൊണ്ട് എല്ലായിടത്തും നല്ല റേറ്റാണ്. അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സ്റ്റേ കണ്ടപ്പം അത് ബുക്ക് ചെയ്താണ് കേട്ടോ. അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉണ്ട് അതിന്. വെയിലിൻ്റെ കാഠിന്യം കൂടി വരുന്നുണ്ട്. നല്ലതായിട്ട് ചൂടെടുത്ത് തുടങ്ങി. ഞാൻ ജാക്കറ്റിനകത്തിരുന്ന് പുഴുങ്ങാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഹൈ റേഞ്ച് കയറുമ്പോഴെങ്കിലും കുറച്ച് തണുപ്പ് കിട്ടിയാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും അണ്ടകടാകം വരെ നനഞ്ഞു. നമ്മളങ്ങനെ റാന്നിയിലോട്ട് കടന്നിരിക്കണം കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, റാന്നി ഗ്രാമപഞ്ചായത്ത്. നമ്മൾ നേരത്തെ കണ്ട കുമളി ബസ്സാണെന്ന് തോന്നുന്നത്. ആക്സിഡൻറ്റിൽ കാറുകാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളിക്കാരൻ മരിച്ചു കേട്ടോ. അപ്പോൾ വണ്ടി പോലീസുകാർ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. നല്ല ഇടിയാണ് ഇടിച്ചത് വണ്ടി. കാരണം KSRTCയുടെ ഫ്രണ്ട് ഒട്ടും തന്നെ ഇല്ല, ഉറങ്ങിപ്പോയതോ വല്ലതും ആയിരിക്കാം.
വൈബ് അങ്ങ് മാറി. ഇത്രയും നേരം ആ വെയിലത്ത് വന്നിട്ട് നേരെ ഇതിനെ ഇടയിലോട്ട് കയറുമ്പോഴേ നല്ല തണുപ്പുണ്ട് കേട്ടോ. മണിമല ഡാം. മണിമല ഡാം ആ വെള്ളമല്ലേ ഈ പോകുന്നേ? ഓ അവനറിയായിരിക്കും, ചോദിച്ചോ. ഇത് മണിമലയാറല്ലേടാ ഈ ഒഴുകുന്നേ? അപ്പൊ ആ ഡാം അതിന്റെ അടുത്ത് തന്നല്ലേ? നമ്മൾ പൊൻകുന്ന് എന്ന് പറയുന്ന സ്ഥലം എത്തിയിരിക്കുകയാണ് കേട്ടോ. സമയം 9:15, 9:15. സോ ഗൈസ്, നമ്മൾ പാല ഈരാറ്റുപേട്ട റൂട്ടിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. എന്നാൽ പമ്പി കയറ്റാം, അതാണ് സൗകര്യം. ഈ സ്ഥലത്തിൻ്റെ പേരല്ലേ 2-ാം മൈൽ. എനിക്ക് തോന്നുന്നില്ല വാഗമണ്ണിൽ തണുപ്പാണെന്ന്. ഇങ്ങനെ പോയാൽ നമ്മൾ ആ വെയിലത്ത് പോയി സ്ഥലങ്ങളൊക്കെ കാണേണ്ടി വരും. ഞങ്ങളിപ്പോൾ ഒന്ന് കറങ്ങി 2 മണിയോടെ റൂമിലോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഞങ്ങൾ 2-3 സ്ഥലമൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. വാട്ടർഫോളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെല്ലാം കണ്ടിട്ട് റൂമിലോട്ട് പോകാം. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് അവൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയി കുളിക്കാം. മർമ്മലയോ? മർമ്മല എന്നാണ് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. അങ്ങനെ നമ്മളങ്ങോട്ട് പോകും. കൊള്ളാല്ലേ, നല്ല രസമുള്ളൊരു സ്ഥലം. ഏതോ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ താഴെ കൂടെ. എൻ്റെ പേരെനിക്കറിയത്തില്ല. നമ്മൾ ഈരാറ്റുപേട്ട എത്തിയിരിക്കുകയാണ് കേട്ടോ. അയ്യോ, സമയം ഇപ്പോൾ 10:20. ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് ഇവിടെ. നമുക്ക് പെട്ടെന്ന് ദാഹിക്കുന്നു. നമ്മൾ നേരത്തെ നിർത്തിയപ്പം അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചാണ്. അപ്പോൾ വീണ്ടും വെള്ളം കുടിക്കാനായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു ആക്രാന്തം. എനിക്ക് ലൈം മതി. ലൈം സോഡ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാതെ അവസാനം പപ്സെങ്കിൽ പപ്സ് കുത്തി കയറ്റുന്നു. എന്തുമായിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നേ? കുടക്കിണറോ? നീ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോവാണ്. വെള്ളമുണ്ടോ ഇല്ലേ നമുക്ക് അവിടെ തന്നെ പറയാം. സമയം ഇപ്പോൾ 10:50 കേട്ടോ. അതൊരു ആർച്ചുണ്ട്. അശ്വകാവിദേവിയും മഹേശ്വരക്ഷേത്രം ദേവിയാണ്. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുന്നത് നല്ല ഒഴുക്കുണ്ട്. ചെറിയൊരു കുഞ്ഞ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിൽ നല്ല കാഴ്ചകളൊക്കെ വരുന്നുണ്ട്. താഴെ കൃഷിയൊക്കെയാണ് കേട്ടോ. കൃഷിയും റബ്ബറും ഉണ്ട്. ദൂരെ വന്നിട്ട് ആ മരകളൊക്കെ കാണാം. ദൂരെ കണ്ടോ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരുന്നുണ്ട് ചെറിയ രീതിക്ക്. ആ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെറിയ നൂല് പോലെ ഒഴുകി വരുന്നത്. സൗണ്ട് കേൾക്കാം അല്ലേ വെള്ളച്ചാട്ടത്തിന്റെ? ഇനി നമ്മൾ കറങ്ങി ആ ഭാഗത്ത് റോഡ് കാണുന്നുണ്ടോ? അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ആ ഭാഗത്ത് കണ്ടോ വെള്ളച്ചാട്ടം വരുന്നത് ആണ് നമ്മൾ അന്വേഷിച്ച് വന്ന സ്ഥലം. ഇതിൻ്റെ ഇടാ കയറ്റി കാണുന്നതാണ് കേട്ടോ നമ്മൾ തേടി വന്ന വെള്ളച്ചാട്ടം. അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. എന്തായാലും നമുക്ക് കുളിക്കാൻ പറ്റുമെന്നൊക്കെ പോയി നോക്കാം. കുളിക്കാൻ പറ്റും ഗൈസ്, കുളിക്കാൻ പറ്റും. നല്ല വെള്ളമുണ്ട്. ഇന്നലെ ഇവിടെ മഴ ഉണ്ടായിരുന്നു. അവിടെ എൻട്രി പാസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ 30 രൂപ. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഇതാ കാണുന്ന സ്ഥലത്ത് നമ്മുടെ ബാഗൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് എത്രയാണ് ടിക്കറ്റ്?
ഒരാൾക്ക് 30 രൂപ. ഇവിടുന്ന് 400 മീറ്ററേ ഉള്ളൂ നമുക്ക് കുളിക്കാനുള്ള സ്ഥലത്തോട്ട് നടക്കാനായിട്ട്. പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് 800 മീറ്റർ അല്ലേ? ഓ സോറി, അത് തോർത്തൊക്കെ എടുത്തത് റെഡിയായി സെറ്റായി പോകുന്നുണ്ട്. സോ ഗൈസ്, മർമല വാട്ടർചാട്ടം, മർമല വാട്ടർഫോൾസ്. ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. ഇട്ടില്ലെങ്കിൽ ശ്രീഹരിയെ തെറി വിളിച്ചോളൂ ഗൈസ്. ഇവിടെ വരുന്ന ഒരു പ്ലാസ്റ്റിക്കോ അങ്ങനെയൊന്നും എടുത്ത് എറിയരുത് കേട്ടോ. 5000 രൂപ വരെ പിഴ കിട്ടും. വാട്ടർ ക്രോസിംഗ് ഒക്കെ ഉണ്ടല്ലോ. സോ ഗൈസ്, ഇവിടെ എത്തുമ്പോൾ റോഡ് 2ആയിട്ട് തിരിയും കേട്ടോ. അങ്ങോട്ടാണ് വെള്ളച്ചാട്ടം. ഇവിടെ നമ്മുടെ കുളിക്കാനുള്ള സ്പോട്ട് ഈ വഴിയാണ്. തൽക്കാലം നമ്മൾ കുളിക്കാനുള്ള സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഇന്നലെ ഇനിങ്ങാന്നൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നു തോന്നുന്നു. ഇവിടെ ബൈക്ക് ഇറക്കിയ ബൈക്കിൻ്റെ എൻജിൻ ഇവിടെ നിന്ന് തൂത്തുവാരിക്കൊണ്ട് പോവാം. അങ്ങനെ നമ്മൾ നടന്നിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. നേരെ പോയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്താലേ, പോയിട്ട് ഇങ്ങനെ നടന്ന് അവിടെ പോവാം, എന്നിട്ട് അതിൽ കൂടെ ഇറങ്ങും. ഇവിടെ ഇതാകുമ്പോൾ അത്രയും നടക്കണ്ടല്ലോ. ഓക്കെ, കാട്ടിനിടയിൽ നിന്ന് ഇറങ്ങി വാ. അവിടെ അട്ടമെല്ലാം കടിച്ച് കിടക്കുക സാർ. ഇവിടെ ഒഴുക്കുണ്ട് കേട്ടോ. നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. ഇപ്പം തന്നെ പൊള്യൂട്ടഡ് അല്ല, നല്ല ക്ലിയർ വെള്ളമാണ്. നമുക്ക് അടിഭാഗം ഫുള്ളും കാണാം. വീഴല്. ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. ഡ്രസ്സൊക്കെ മാറി ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ അല്ലെങ്കിൽ ആ ഭാഗത്ത് ആൾ കൂടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോലം. ഇവിടെ ഇറങ്ങണം, അവിടെ ഇറങ്ങണം. എങ്കിൽ വാ, അങ്ങോട്ട് പോ. ബാഗിലൊരു കണ്ണ് വേണേ. നമ്മുടെ സമ്പാദ്യം മുഴുവൻ അതിനകത്ത്. എൻ്റെ ക്രെഡിറ്റ് കാർഡ്. ഇറങ്ങ്. പൊളി. എടാ ഒന്ന് മുങ്ങ, അപ്പം ശരിയാവും. ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ നിൽക്കും. എത്ര ആളുണ്ട്? എന്നെ പിടിച്ചോണേ, അഥവാ ഞാൻ മുങ്ങി പോവുകയും ചെയ്യും. ഇല്ലില്ല, പിടിക്കത്തില്ലെന്നോ? അല്ല. ആ ചേച്ചി അറിയാമോ? അറിയാമോ? മുങ്ങിട്ടാവാ അറിയാം. നീന്തിക്ക്. അത് ക്യാമറ ഓഫ് ആക്കി. ഇത് മറ്റേ കങ്കാര് നടക്കുന്ന പോലെ ഉണ്ട്. വേറെ എവിടെ കയറി പിടിക്കാൻ പോവാ. അവിടെ നമുക്ക് അപ്പുറത്തോട്ട് പോവാം. അപ്പുറത്ത് പോവാം. ഇതിലെ വൈബുള്ള സ്ഥലമാണ് ഗൈസ്. അത് മറ്റടുത്ത വരാം. നീ പൊങ്ങി നിൽക്കാനല്ലേ?
അവിടുന്ന് ജമ്പ് ചെയ്യും. ഇനി ഞാൻ എങ്ങനെയുണ്ട്? പൊളി. സ്ഥലം എങ്ങനെയുണ്ട്? മറമല വാട്ടർഫാൾ. നമുക്ക് ഇവിടെ നിൽക്കാവുന്നത്ര ആഴമൊക്കെ ഉള്ളൂ, എന്നാലും ചില സ്ഥലത്ത് നല്ല ആഴമുണ്ട്. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ നിന്നില്ലെങ്കിൽ ഒഴുകെടുത്തോണ്ട് അങ്ങ് പോകും. പെട്ടെന്ന് പൊക്കം വെച്ച് മസാജ് ഉണ്ട്. അയ്യോ കല്ലുണ്ട്, പിടിച്ച് കള്ളി കയറി. അവിടെ കല്ലില്ല. മരണം ഭീഷണി വിട്ടേരാ. അതൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. നമ്മളിവിടെ നിന്ന് ഇനി വാഗമണിലോട്ട് യാത്ര ഇരിക്കുകയാണ്. നല്ല സ്ഥലമാണ്, പക്ഷേ നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വന്നാൽ അടിപൊളിയായിരിക്കും. ഇപ്പം അത്യാവശ്യം വെള്ളമുണ്ട്, മഴയായതുകൊണ്ട് നല്ല രീതിക്ക് വെള്ളമുണ്ട്. ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ആളുണ്ട്. തണുത്തടത്തിൽ കുളിച്ചിട്ട് നേരെ വാഗമൺ പോവാം. എൻ്റെ വോയിസ് ഒക്കെ വീഡിയോ വരുമോ? പിന്നെ നീ കട്ട് ചെയ്ത് കളയോ? എൻ്റെ വോയിസേ വരുള്ളൂ, എൻ്റെ വോയിസ് വന്നില്ലേ. ഇങ്ങോട്ടുള്ള വഴി കുറച്ച് മോശമാണ്. വണ്ടിയൊന്നും വിടത്തില്ല കേട്ടോ. അവിടെ നിന്ന് താഴെ നിന്ന് ടിക്കറ്റ് എടുത്താൽ നമുക്ക് അവിടെ വലിയ വലിയ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരേണ്ടി വരും. ചെറിയ അരുവികളൊക്കെ ഇതാ ഒഴുകുന്നുണ്ട്. നമുക്കിവിടെ തന്നെ കേൾക്കാം ആ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സൗണ്ട്. ആയിരുന്നു കേട്ടോ നമ്മുടെ മാർമല അരുവി വിനോദസഞ്ചാര കേന്ദ്രം. അപ്പോൾ ഇവിടുന്ന് ഒരു ലൈമും കുടിച്ച് നമ്മൾ പയ്യെ യാത്ര തിരിക്കുകയാണ്. ഇവിടെ വാഗമൺ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ കയറി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പോകാൻ അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 18 കിലോമീറ്ററുള്ള വാഗമണിലോട്ട്. അപ്പോൾ നമുക്ക് ഈരാട്ടുപേറ്റ വഴി വരുന്നവർക്ക് ഇവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷായി അടിപൊളിയായിട്ട് ഇവിടുന്ന് വാഗമൺ പോകാം. തിരിച്ചു പോകാനുള്ള പരിപാടികളിലാണ്. ബാഗൊക്കെ ഇനി പാക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അങ്ങ് ദൂരെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. കാണുന്നുണ്ടോ? ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് അവിടെ.
അത്യാവശ്യം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. കുളിക്കാനുള്ളൊരു സ്പോട്ട് സെപ്പറേറ്റ് തന്നെ ഉണ്ട്. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് ആഴവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നിന്ന് കുളിക്കാം, അത്യാവശ്യം മുങ്ങാം, അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെയും മിനിങ്ങാനും നല്ല മഴയുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെള്ളം നമുക്കിവിടെ കിട്ടിയത്. അല്ലെങ്കിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നല്ല മഴ സമയമുള്ള സമയത്ത് മാക്സിമം വരാണ്ടിരിക്കാൻ നോക്കുക. കാരണം മലവെള്ളമാണ്, അത് ഏത് സമയത്തും ശക്തി ആർജിച്ച് താഴോട്ട് വരാം. ലുക്ക് അറ്റ് ദ വ്യൂ മാൻ. ഇതാണ് കേട്ടോ ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ആൾട്ടിറ്റ്യൂഡ് കയറും തോറും നമ്മുടെ ചെവി അടയുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചെവി അടയുകയും തുറക്കുകയും ചെയ്യുന്നുണ്ട്. ചില സമയത്തൊന്നും കേൾക്കാൻ പറ്റാതെ ചിലപ്പോൾ ടപ്പ് എന്ന് പറഞ്ഞ് ചെവി തുറക്കും. നമ്മളിത് ആ ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ചുറ്റി ആ ഭാഗത്തോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതാ ഇവിടെയാണ് വാഗമണിലെ സിപ്പ് ലൈൻ ഉള്ളത്. സോ ഗായ്സ്, നമ്മളത് ആ വഴിയെല്ലാമാണ് കേട്ടോ കയറി ഇത്രയും ദൂരം ഇവിടെ എത്തിയത്. ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ലേക്കും തേയിലത്തോട്ടം, മെഡോസ്, മുട്ടക്കുന്ന്. നമുക്ക് ആ ജാഗുവാറിനെ കണ്ടിട്ട് വരാം. അതിൻ്റെ മുമ്പ് ഇന്ന് 2 ഫോട്ടോ എടുക്കാം. സോ ഇവിടുത്തെ ഐക്കോണിക് സിമ്പിളാണ് കേട്ടോ ഈ ജാഗുവാറിൻ്റെ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മിക്കവാറും വൈകിട്ട് നമുക്ക് മഴ കിട്ടാനുള്ള സ്കോപ്പെല്ലാം ഞാൻ കാണുന്നുണ്ട് ഇല്ലേ. വേണ്ട കഴുതി കഴിച്ചോ. അപ്പോൾ അത് ഇത്രയും മാങ്ങയാണ് നമുക്ക് 50 രൂപയ്ക്ക് കിട്ടിയത് കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടി പോയ ഒരു 5 പീസ് കാണും അല്ലേ. ഇവിടെ എത്രയൊക്കെ ഉള്ളു വ്യൂ. അപ്പോൾ നമുക്കിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാം. വാഗമണ്ണ് ഇനി 3 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. അടുത്ത് പമ്പ് ഇല്ലെന്ന് തോന്നുന്നു എനിക്ക്. കുപ്പി എന്തെങ്കിലും ഉണ്ടാവോ? പെട്രോൾ കയറുന്നത് പെട്രോൾ പമ്പ് ഉണ്ടോ അടുത്ത്? ഇല്ലേ? അല്ല പെട്രോൾ കയറുന്നത് നിങ്ങൾ ബോണറ്റ് തുറന്ന് വെച്ചേക്കുന്നത് എന്തിനാ? അവിടെ പോലീസ് നിൽപ്പുണ്ട്. അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും. ആണോ? അവർ ചിലപ്പോൾ കോണ്ടാക്ട് വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞ സാധനം കൊണ്ടുവരും. അതാണ് ഞാൻ പറഞ്ഞത്. എവിടെയാ? അപ്പോൾ 1 ലിറ്ററിന് 200 സംതിങ് ആവും. പക്ഷെ 500 ഈ കുപ്പിക്കകത്ത് കൊള്ളത്തില്ല. എങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് വരാം. ഇവിടെ തന്നെ കാണും. പോയിട്ട് വരാം. നമുക്ക് എന്തായാലും ഈ ഭാഗത്തൊക്കെ ഇനി ബ്ലാക്കിനെ പെട്രോൾ കിട്ടുള്ളൂ. 1 ലിറ്ററിന് ഏകദേശം 200-210 വല്ലതും റേഞ്ച് ആവും. കുപ്പിയിൽ എന്തായാലും കുറച്ച് പെട്രോൾ വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതുങ്ങൾ വഴിയിലായി പോകും. ഇവിടെ ഉണ്ടോ? 1 കിലോമീറ്റർ പോയാൽ നമുക്ക് പെട്രോൾ ബ്ലാക്കി കൊടുക്കുന്ന സ്ഥലമുണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കാം. ചേച്ചി, ഇവിടെ ഒരു SBI ബാങ്ക് ഉള്ളത് എവിടെയാ? താഴോട്ടാണല്ലേ? ഒരു SBI ബാങ്കിൻ്റെ അടുത്താണ് കേട്ടോ ഈ സ്ഥലം. ഓ ഗായ്സ്, 500 രൂപയുടെ പെട്രോളും വാങ്ങിച്ച് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. 2 കുപ്പി പെട്രോളുണ്ട്. ആദ്യം അവർ കുപ്പിയിൽ തരത്തില്ലെന്ന് പറഞ്ഞു. 1 കുപ്പിയെ തന്നു വിടത്തുള്ളെന്ന് പറഞ്ഞു. കൊണ്ടുപോകാനാണെങ്കിലേ പിന്നെ കുപ്പി തിരിച്ചു കൊണ്ട് തരാമെന്നുള്ള ഉറപ്പിൻ്റെ പേരിലാണ് എനിക്ക് കുപ്പി തന്നു വിട്ടത്. ഇവിടെയൊന്നും പമ്പുകളില്ലാത്തതുകൊണ്ടേ വളരെ പാടാണ്. പെട്രോൾ തീർന്നാൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അതുകൊണ്ട് വരുന്നവർ മാക്സിമം പെട്രോളൊക്കെ അടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ നല്ലത്.
മയിരി മൂഞ്ചി പെട്രോൾ ചത്തോ. ഇതെല്ലാം കൂടെ ഇപ്പോൾ പൊട്ടിത്തെറിച്ചേനെ. ഈ കുപ്പി കൊണ്ട് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരെന്നെ കൊങ്ങയ്ക്ക് പിടിക്കും. ആ വാങ്ങിക്കാൻ പോയ ആൾ വന്നോ? ആ 4 ലിറ്റർ എന്ന് പറയുമ്പോൾ 500 രൂപ 400 രൂപയ്ക്ക് ഒന്നും അവിടെ കൊടുക്കും. 30 രൂപ എക്സ്ട്രാ വാങ്ങിച്ചു. അത്ര 125 അങ്ങനെ എന്തല്ലേ പറഞ്ഞേ? 25 രൂപ 1 ലിറ്റർ, 30 രൂപ നയൊന്നുമില്ല, 108 എന്തായാലും 1 ലിറ്റർ അല്ലാതെ പുറത്തുനിന്ന് മേടിക്കണം. കുടിച്ചോ? എന്താ പറയാനുള്ളത്? നന്മമരമാണോ? നിങ്ങൾ എവിടുന്നാ? ഞാൻ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. എവിടെയാ? പാറ്റൂര്. അവിടെയാണോ? ഞങ്ങളെ സാധനം. ഇനി അതുകൂടെ ഒഴിച്ചോ. എടാ കുപ്പി കളയല്ലേ, തിരിച്ചുകൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു. ID കാർഡ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്നാലും മോശമല്ലേ? വാഗമണ്ണ് കയറിയിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളൂ. ഫുൾ ടാങ്കാ, ഇനി എന്ത് വേണം? അടുത്ത പമ്പിൽ പോയി അടിക്കാൻ നോക്കാം, അല്ലെങ്കിൽ വീണ്ടും വഴി കിടക്കും. അങ്ങോട്ട് പമ്പില്ല. പമ്പില്ല. പണ്ട് ഇവിടെ വരുമ്പോ ഞാൻ ഞെട്ടിപ്പോയി. അവസാനം കട്ടിച്ചെണ്ണ ഉണ്ടായിരുന്നു, സ്കൂട്ടറിൽ തിരിച്ച് താഴെ എത്തി. എന്നാ ചേട്ടാ കുപ്പി കൊല്ലത്തിലെ. ഇത് പിടി. താങ്ക് യു സോ മച്ച്. ഇനി നീ കുപ്പി കൊണ്ടുപോവാ. എനിക്കിത് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കും, ഒറ്റ കൈ കൊണ്ട് വണ്ടി ഓടിക്കും. ചേട്ടായി ചേട്ടാ. കാണാം. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കൊണ്ട കൊടുത്തിട്ട് വരാം. ശരി കളയല്ലേ, കൊണ്ട കൊടുക്കാം. അവർക്ക് മൊത്തം 6 ലിറ്ററോളം പെട്രോൾ അടിച്ചു കൊടുത്തു കേട്ടോ കാറിന്. അങ്ങനെ അവർ തിരിച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. നമുക്ക് ഈ കുപ്പി കൊണ്ട് തിരിച്ചു കൊടുക്കാം. അതെ, കുപ്പി തരാനായിട്ടാണേ. നേരത്തെ കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോയില്ലേ, അപ്പോൾ അത് തരാൻ വേണ്ടിയിട്ടാണ്. വെള്ളിയാഴ്ചയും അവധിയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇങ്ങോട്ട് കേട്ടോ. കുറേ സ്ഥലത്ത് നമുക്ക് ബ്ലോക്ക് കിട്ടി. കൂടുതലും മറ്റേ വലിയ വണ്ടികൾ വരുമ്പോഴാണ് ബ്ലോക്ക് കൂടുതൽ. ആ ഓ അങ്ങനെ. അവിടെ എത്ര രൂപയായിരുന്നു? അപ്പം ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി കയറി ബിരിയാണി കയറ്റുകയാണ് കേട്ടോ. ഇവിടെ ഉള്ളൊരു ഹോട്ടലാണ്. എന്താണ് ഹോട്ടലിൻ്റെ പേര്? അൽസഫയോ? അൽസഫ ഹോട്ടൽ. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി കേട്ടോ. 160 രൂപയായിരുന്നു ഒരു ബിരിയാണി. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒന്നും റേഞ്ച് ഇല്ല. അപ്പോൾ നടയിൽ നിന്ന് കുറച്ച് വൈഫൈ എടുത്തിട്ട് മാപ്പ് ഡൗൺലോഡ് ചെയ്താണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ നൈസായിട്ട് കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. വാട്ട് എ സീൻ മാൻ. ഇതിവിടുത്തെ സിപ്പ് ലൈനാണ് കേട്ടോ. അങ്ങോട്ടാണ് സിപ്പ് ലൈൻ പോകുന്നതെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ സിപ്പ് ലൈനിലൊന്നും കയറുന്നില്ല. ജസ്റ്റ് ഇവിടുത്തെ കോട കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ നമ്മൾ തേയിലക്കൃഷിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 3 മണി സമയത്താണ് ഈ കോടയെല്ലാം കൂടെ കയറി വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. മഞ്ഞിനിടയിൽ ഒരാൾ വരുന്നുണ്ടോടാ. സമയം ഇപ്പോൾ 4 മണിയായി കേട്ടോ. നമുക്ക് റൂമിലോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിർത്താതെ പോകാൻ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം കയറി പോകുന്നത് കേട്ടോ. ഇനി റൂമിൽ കയറിയാൽ മിക്കവാറും ഇറങ്ങുന്ന കോളൊന്നും കാണുന്നില്ല. എല്ലാം 3 പേർക്കും വയ്യ. വണ്ടി ഓടിച്ച് അടപ്പിളവി. മിക്കവാറും കിടന്നുറങ്ങാനുള്ള ചാൻസാണ് കൂടുതൽ. ആ ഭാഗത്തെല്ലാം ഫുൾ കോട കയറി കിടക്കുകയാണ് കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴയും കൂടെ ഉണ്ട്. വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഒരു പ്രത്യേകതര സുഖം. അതായത് അത്രയും ചൂടത്ത് നിന്ന് നമ്മൾ ഇത്രയും
കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിട്ട് തണുത്തിങ്ങനെ പോകുമ്പം ഒരു വല്ലാത്തൊരു ഫീല് തന്നെ. വ്യൂ ഉണ്ടോ A few moments later. ഗൈസ്, നേരത്തെ വന്നപ്പോൾ റൂം കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തേക്കുള്ള റൂം. മലപ്പാറയിലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരുന്നത്. 2 ബെഡുണ്ട്, പിന്നെ വലിയൊരു ഹോളുണ്ട്, 2 ഫാനും ഉണ്ട്, ഒരു TV, അതുപോലെ വിശാലമായൊരു വാഷ്റൂമും ഉണ്ട്. 6 മണിയായി, ഇനിയിപ്പോഴാണ് ഇറങ്ങണേ കാഴ്ച കാണാൻ. കോടാണല്ലേ നമ്മൾ വന്ന വഴി തന്നെയല്ലേ തിരിച്ചു പോകുന്നത്? ഓ, ഞങ്ങൾ റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയി കേട്ടോ, ഒന്ന് കുളിച്ചു, കുറച്ച് നേരം കിടന്നു. നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ അറിയാമല്ലോ ഇത്രയും ദൂരം ഓടിച്ച് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ലൈറ്റ് ഉണ്ട്, വലിയ ഇരുട്ടായിട്ടില്ല, വലിയ തണുപ്പില്ല, സഹിക്കാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ. മറ്റേ നമ്മൾ സ്പീഡിൽ പോകുന്നതിൻ്റെ ഒരു തണുപ്പേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഇത് മനോഹരമണി കാഴ്ചക്കായി. താഴെ അരുവിയൊക്കെ ഉണ്ടല്ലേ, താഴെ ചെറിയൊരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. ഒഴുക്കമുള്ള ഒരു അരുവിയാണെന്ന് തോന്നുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ ഫുള്ളും കോളയാവുമെന്ന് തോന്നുന്നത്. ചെറിയ രീതിയിൽ മിന്നലുണ്ട്, ഇടി വെട്ടുന്നുണ്ട്, രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികം, നല്ല കോട ഇറങ്ങി വരുന്നു. ഏലപ്പാറ. സോ ഗൈസ്, ഈ കാണുന്നതാണ് കേട്ടോ ഏലപ്പാറ ടൗണും കാര്യങ്ങളൊക്കെ. ഈ ഫുള്ള് ഏലപ്പാറ ടൗണാണ്. കാണുന്നത് അവിടുത്തെ പള്ളിയാണെന്ന് തോന്നുന്നു, ഏലപ്പാറയിൽ. ഇതാ അങ്ങനെ കാണുന്നുണ്ട്, അതാണ് അമ്പലം. അല്ല, നീ ഫ്രെയിം ചെയ്യോ? എന്തായാലും വിഷമമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ആ പാട്ടും കേട്ട് ഇങ്ങനെ കിടക്കുക, എല്ലാം അങ്ങ് പോവും. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, മിക്കവാറും രാത്രിയിൽ മഴ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. 3 പ്ലേറ്റ് മാഗിയും 2 ചായയും ഒരു കട്ടനും. നേരെ റൂമിലോട്ട് പോവാണ്. ബാക്കിയുള്ള കാഴ്ചകൾ നാളെ കാണിക്കാം കേട്ടോ. ഈ കുഴിക്കകത്താണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത്. ഇന്നത്തെ കറക്കവും പരിപാടികളൊക്കെ കഴിഞ്ഞതാ, എല്ലാവരും കിടക്കാനായിട്ടുള്ള പരിപാടികളാണ്. റെസ്റ്റ് എടുത്താലും നമുക്ക് നാളെ കുറച്ച് അധികം സ്പോട്ട് കവർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.